ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? നമുക്ക് ഇന്ന് ഇച്ചിരി നെയ്പത്തിരി അല്ലെങ്കിൽ എന്താ പൊരിച്ച പത്തിരി, ചുട്ട പത്തിരി എന്നൊക്കെ പറയുന്ന ഒരു സാധനം. അതിന്ന് നമ്മൾ പുട്ടുപൊടി കൊണ്ട് എല്ലാവരും ഉണ്ടാക്കുന്ന. അപ്പം ഇന്നുണ്ടാക്കിയപ്പം നിങ്ങളെ ഇന്ന് കാണിച്ചു തരുക. ഞാനിതുവരെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറില്ല. രാവിലെ എണ്ണ പലഹാരങ്ങൾ സാധാരണ പൂരിയൊക്കെ ആണെങ്കിലും പറഞ്ഞാൽ മാത്രമേ ഉണ്ടാക്കി കൊടുക്കാറുള്ളൂ. അപ്പം ഇന്ന് അവർക്കെല്ലാം വേണമെന്ന് പറയുമ്പോൾ കുറച്ചൊന്നും ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ ഇന്ന് കുട്ടി കുട്ടി പത്തിരികളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ നോക്കി, ഒരു കപ്പ് പുട്ടുപൊടി എടുത്തേക്കുന്നത്. അതിനകത്തോട്ട് ഇതാ ഒരു മുറി തേങ്ങയും ഒരു പിഞ്ച് ചെറുജീരകവും ഒരു പിഞ്ച് വലിയ ജീരകവും കുറച്ച് ചെറിയ ഉള്ളിയാണ്. ഇതൊന്ന് ഒതുക്കിയെടുക്കാനാ. പിന്നെ ഇതിനകത്തോട്ട് ഇത് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ. അതൊന്ന് ആദ്യമേ ഒഴിച്ച് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പുട്ടുപൊടിയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഇത് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ. ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാവേ. ഇതില്ലേ ഇവിടെ ഒന്ന് ഇരുന്നോട്ട് കേട്ടോ. ഇതിനകത്ത് ഞാനിപ്പം കണ്ടോ, ഈ കപ്പിന് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കേട്ടോ. ഒരു കപ്പ് ആദ്യം ഒഴിച്ചു, പിന്നെ ഒരു 1/2 കപ്പും കൂടെ. കരിഞ്ച പുട്ടുപൊടി ആയതുകൊണ്ട് ഇത് നല്ലപോലെ കുതിർന്നിങ്ങനെ വരും. ഇനി ഇത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഇത് ഇവിടെ ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്ക് വേണ്ടത് ഇതെല്ലാം ഒന്ന് അരച്ച് ചായച്ചെടുത്തോണ്ട് വരാം. ബാക്കി പിന്നെ കുഴച്ചെടുക്കാവേ. ഇതൊന്ന് ഒതുക്കി എടുത്തോണ്ട് വരാം. ഒതുക്കി എടുത്തോണ്ട് വന്നാൽ നമ്മുടെ തേങ്ങയുടെ മിക്സ് ഇവിടെ റെഡിയായി. ഇനി ഉണ്ടല്ലോ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ നമ്മുടെ പൊടിയില്ലേ നനച്ച് വെച്ചിരിക്കുന്ന ഇത് വേറൊരു വലിപ്പമുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. ഒന്ന് കുഴച്ചെടുക്കാൻ പരുവത്തിൽ. പുട്ടുപൊടി ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ആയത്. 1 കപ്പ് പൊടിയാണ് നമ്മളെടുത്തത്. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. എന്താ നല്ല പോലെ കുഴച്ചതിന് ശേഷം എന്താ നമ്മുടെ തേങ്ങയുടെ മിക്സില്ലേ അതങ്ങോട്ട് ഇട്ട് കൊടുക്കണേ. ഇച്ചിരി തേങ്ങ കൂടുതൽ വേണം കേട്ടോ, എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ കറി ഇല്ലാതെയും കഴിക്കാം. പിന്നെ അല്ലെങ്കിൽ നമുക്ക് നല്ല ബീഫ് കറിയുടെ കൂടെ കഴിക്കാനാണ് ഏറ്റവും സൂപ്പറ്. 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, ഇഷ്ടമുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി. പക്ഷെ ഞാനിതിങ്ങനെ ചേർക്കാം. അതൊരു ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഒന്നും കൂടെ കുഴച്ചെടുക്കുക. നല്ല പോലെ കുഴച്ച് ഉരുട്ടിയെടുക്കണം കേട്ടോ. ചീനിച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ടേ തീയൊക്കെ കത്തിച്ചു, സ്റ്റൗ ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ചട്ടി നന്നായിട്ട് ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണം. വറക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണേ. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടാവട്ടെ. സാധാരണ ഈ ഒരു വലിപ്പത്തിൽ നമ്മൾ എടുത്തിട്ട് നല്ലപോലെ ബോളാക്കിയിട്ട് നമ്മൾ ഒരു ഇതേ വെച്ചിട്ട് ഒരു കവറയിൽ ഇച്ചിരി എണ്ണ തടവി പരത്തിയെടുക്കുക. ചിലവരിങ്ങനെ കൈ കൊണ്ടും പരത്തിയെടുക്കും. പക്ഷെ നമ്മൾ ഇന്ന് ചെയ്യുന്നതിനറിയോ, കുട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ പകുതി മാവേ എടുക്കുന്നുള്ളേ. പിള്ളേർക്ക് കുട്ടി വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ചെറിയ പത്തിരി ഉണ്ടാക്കും. ഞാൻ എന്താ കുട്ടി പത്തിരി ഉണ്ടാക്കി കേട്ടോ. ഇതുപോലെ ഇത്രയും കട്ടിയിൽ കനം കുറച്ച് ഈ ഒരു കനത്തിൽ കേട്ടോ. എന്നിട്ട് അങ്ങോട്ട് ഇവർക്കെല്ലാം കുട്ടിപ്പത്തിരിയാണ് വേണ്ടി. പിന്നെ ഓരോന്നോരോന്ന് ഇതാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ്. 2-3 എണ്ണമൊക്കെ ഇടാം. നല്ല കൊമള കുത്തി നമുക്ക് കിട്ടും കേട്ടോ. ഇങ്ങനെ ഓരോന്ന് ആക്കിയെടുക്കാം. ഇത് കുട്ടിയാണ്, അതിലും കുട്ടിയുണ്ട്. ഓരോരുത്തർക്ക് ഓരോ രീതിയിലുള്ള നമ്മുടെ നെയ്പത്തൽ അല്ലെങ്കിൽ നെയ്പത്തിരി അല്ലെങ്കിൽ വേറെ ഒരുപാട് പേരുണ്ട്. എന്താ ചുട്ട പത്തിരി, പൊരിച്ച പത്തിരി വേറെ കേട്ടോ. അപ്പം ഇതാ ഇത്രയും ഉണ്ടാക്കി. ബാക്കി ഇനി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കി നിങ്ങളെ കാണിച്ചു തരും. ഇതേ നോക്കിയേ, നല്ല പോലെ പൊങ്ങി വന്നു കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കറിയില്ലാതെ തിന്നാണ് ഏറ്റവും ഇഷ്ടം എനിക്ക്. പിന്നെ ബീഫ് കറിയാണ് സൂപ്പർ. അപ്പം
നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും, ഉണ്ടാക്കാത്തവരാണ് ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ബീഫ് കറിയൊക്കെ വെക്കുമ്പോൾ ഇപ്പോൾ ചിക്കൻ കറി ആണെങ്കിലും കഴിക്കാം. കോമ്പിനേഷൻ ബീഫാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. എന്താ ഉള്ളു കണ്ടോ? നല്ല ടേസ്റ്റ്, ചെറിയ ഉള്ളിയുടെയും തേങ്ങയുടെയും ജീരകത്തിൻ്റെയൊക്കെ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിനൊന്നും മെനക്കിടാറില്ല. എനിക്കിതൊക്കെ സമയം കൊല്ലികളാണ്. കാര്യം എനിക്ക് അതിനെക്കാട്ടി വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട്. ഇന്ന് എനിക്ക് ഗസ്റ്റ് ഉണ്ട്, അപ്പം റിസോർട്ടിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. അപ്പം ഇത് പിള്ളേർ പറയുന്നതുകൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുക, അടിപൊളിയാണ്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.